ഹായ് ഹലോ. ഇന്ന് നമുക്ക് ജാവയിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കായ ആക്സസ് മോഡിഫയേഴ്സ് നോക്കാം. അങ്ങനെ എന്താണ് ആക്സസ് മോഡിഫയേഴ്സ്? എന്താണ് ആക്സസ് മോഡിഫയേഴ്സ് കൊണ്ടുള്ള യൂസ്? എങ്ങനെ ആക്സസ് മോഡിഫയർ ഇംപ്ലിമെന്റ് ചെയ്യാം? ഇതെല്ലാം നമുക്ക് നോക്കാം. അങ്ങനെ എന്താണ് ആക്സസ് മോഡിഫയർ? ആക്സസ് മോഡിഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആർക്കൊക്കെ ജാവ പ്രോഗ്രാമിലെ വേരിയബിൾസ്, മെത്തേഡ്സ്, ക്ലാസ് അല്ലെങ്കിൽ കൺസ്ട്രക്ടേഴ്സ് ഇവയെല്ലാം ആർക്കൊക്കെ ആക്സസ് ചെയ്യാം, ആർക്കൊക്കെ കാണാം, വ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ആർക്കൊക്കെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാം, ഡാറ്റാസിനെ മാനിപ്പുലേറ്റ് ചെയ്യാം, ഇവയെല്ലാം തീരുമാനിക്കുന്ന ഒരു കീവേഡ്സ് അല്ലെങ്കിൽ ഒരു റൂൾ പോലെ ആക്ട് ചെയ്യുന്നതിനെ പറയുന്നതാണ് ആക്സസ് മോഡിഫയേഴ്സ്. അങ്ങനെ അടുത്തത് എന്താണ് ഈ ആക്സസ് മോഡിഫയേഴ്സ് കൊണ്ടുള്ള യൂസ്? മെയിൻ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോഗ്രാമറിന് അല്ലെങ്കിൽ ഒരു കോഡറിന് ആ പ്രോഗ്രാമിലെ ഡാറ്റാസിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ആര് അൺവാണ്ടഡ് ആയിട്ടുള്ള യൂസസ് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള മറ്റ് അൺവാണ്ടഡ് ആയിട്ടുള്ള മിസ്യൂസുകൾ നമുക്ക് തടയാം. പിന്നെ കോഡ് സെക്യൂർ ആയിട്ടും ക്ലീൻ ആയിട്ടും ബഗ് ഫ്രീ ആയിട്ടും ഓൾമോസ്റ്റ് ബഗുകളെല്ലാം നമുക്ക് ഈ ആക്സസ് മോഡിഫയേഴ്സ് വെച്ചിട്ട് നമുക്ക് തടഞ്ഞു നിർത്താം. അതാണ് ആക്സസ് മോഡിഫയറും അതിന്റെ യൂസും. നെക്സ്റ്റ്, എങ്ങനെ നമുക്ക് ആക്സസ് മോഡിഫയേഴ്സ് നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാം? അതിനാദ്യം തന്നെ നമുക്കറിയേണ്ടത് ആക്സസ് മോഡിഫയേഴ്സ് എത്ര തരം ഉണ്ടെന്നാണ്. എത്ര തരം ഉണ്ടെന്ന് നോക്കിയാൽ ഫസ്റ്റത്തെ പബ്ലിക് ഉണ്ട്, പിന്നെ പ്രൈവറ്റ് ഉണ്ട്, പ്രൊട്ടക്റ്റഡ് ഉണ്ട്, പിന്നെ ഡീഫോൾട്ട് ഉണ്ട്. അതിൽ പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ് ഇവയെല്ലാം കീവേഡ്സ് ആണ്. ഡീഫോൾട്ട് മാത്രം കീവേഡ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട, വെറുതെ എഴുതുന്നത് ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യും. ഫസ്റ്റത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ്, ഫസ്റ്റത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക്. പബ്ലിക് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പബ്ലിക് ആയിട്ടാണ് ഒരു വേരിയബിൾസ്, കൺസ്ട്രക്ടർ അല്ലെങ്കിൽ ഒരു മെത്തേഡിനെ അസൈൻ ചെയ്യുന്നതെങ്കിൽ ആ പബ്ലിക് ആയിട്ട് വെക്കുന്നതിന് നമുക്ക് ആ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും എനിവേർ ഇൻ ദ പ്രോഗ്രാം നമുക്ക് അതിനെ ആക്സസ് ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് ആ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും ആ പബ്ലിക്കായി സെറ്റ് ചെയ്ത വേരിയബിൾസ്, കൺസ്ട്രക്ടർ, മെത്തേഡ്സ് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിന് തന്നെ പബ്ലിക് ആയിട്ട് വെച്ചാൽ എവിടെ വേണമെങ്കിലും നമുക്ക് അതിനെ ആക്സസ് ചെയ്യാം. അടുത്തത് പ്രൈവറ്റ് ആയിട്ടാണ് നമ്മൾ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു വേരിയബിൾസിനെ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ പ്രൈവറ്റ് ആക്കി വെച്ചതിനെ ആ ഒരു ക്ലാസിന്റെ ഉള്ളിൽ വെക്കുന്ന ആ ക്ലാസിന്റെ അണ്ടറിൽ മാത്രം നമുക്ക് ആ പ്രൈവറ്റ് ആയിട്ട് വെക്കുന്നത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ് എ, അതിൻ്റെ ഉള്ളിൽ ഒരു പ്രൈവറ്റ് ഇഞ്ച് ഏജ് എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ് എയുടെ മാത്രമേ നമുക്ക് ആ പ്രൈവറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പുറത്തുനിന്ന് ഒരു ഔട്ടർ ക്ലാസ്സിന് നമുക്ക് ആ വേരിയബിളിനെ ഒരിക്കലും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അടുത്തത് പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വേരിയബിളിനെ അല്ലെങ്കിൽ ഒരു മെത്തേഡിനെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് സെറ്റ് ചെയ്യണമെങ്കിൽ ആ ക്ലാസിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ ആ പാക്കേജിന്റെ അണ്ടറിൽ കിട്ടും, അതിന്റെ സബ് ക്ലാസ്സിൽ കിട്ടും. ഒരു വേരിയബിളിനെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് സെറ്റ് ചെയ്യണമെങ്കിൽ ആ സെറ്റ് ചെയ്യുന്ന ക്ലാസിന്റെ അണ്ടറിൽ കിട്ടും, അതിന്റെ സബ് ക്ലാസ്സിലും കിട്ടും. പക്ഷെ പുറത്തുനിന്നുള്ള മറ്റ് ക്ലാസ്സുകളിൽ നിന്ന് നമുക്ക് അതിനെ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പ്രൊട്ടക്റ്റഡ് ആയിട്ട് പ്രൈവറ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ആ ക്ലാസിന്റെ ഉള്ളിൽ മാത്രമേ കിട്ടുള്ളൂ. പ്രൊട്ടക്റ്റഡ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ലാസിന്റെ ഉള്ളിലും അതിന്റെ ചൈൽഡ് ക്ലാസ്സിലും നമുക്ക് അതിനെ കിട്ടും, ആക്സസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഡീഫോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ഒരു പ്രത്യേക തരം കീവേഡുകളൊന്നും എഴുതുന്നില്ല. വെറുതെ ഇന്റ് ഏജ് എന്ന് എഴുതുക അല്ലെങ്കിൽ സ്ട്രിങ് നെയിം എന്നെല്ലാം വെറുതെ കൊടുക്കുന്നതിന് ജാവ വെർച്വൽ മെഷീൻ ഡയറക്റ്റ് ആയിട്ട് അത് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ആയിട്ട് ഡീഫോൾട്ട് ആക്സസ് മോഡിഫയർ ആയിട്ട് സെറ്റ് ചെയ്യും. ഇനി നമുക്ക് ഇതിൽ വെച്ചിട്ടൊരു പ്രോഗ്രാം നോക്കാം. ഞാനൊരു മെയിൻ ഡോട്ട് ജാവ എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിന്റെ ആക്സസ് മോഡിഫയേഴ്സിന്റെ പ്രോഗ്രാം നോക്കാം. അതിന് തന്നെ നമ്മൾ ഒരു പാരന്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. പാരന്റ് ക്ലാസ് ഞാൻ ഒരു ക്ലാസ് കമ്പനി ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് തന്നെ പബ്ലിക് ആയിട്ട് ഒരു വേരിയബിളിനെ അസൈൻ ചെയ്യാൻ പോവാണ്.
പബ്ലിക് സ്ട്രിംഗ് കമ്പനി. ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ പബ്ലിക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത കമ്പനി നെയിം നമുക്ക് ഈ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ നമുക്ക് അതിനെ ആക്സസ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. നെക്സ്റ്റ് പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ഇന്റ് എംപ്ലോയ് ID സെറ്റ് ചെയ്യാം. ഇപ്പൊ പ്രൈവറ്റ് ആയിട്ടാണ് നമ്മൾ എംപ്ലോയി ID സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോ ഇതിനെ നമുക്ക് ഈ ക്ലാസിന്റെ അണ്ടറിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ഒരു അനദർ ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഇതിനെ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. വിത്തിൻ എ ക്ലാസ്, സോറി, ക്ലാസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രൊട്ടക്റ്റഡ് നോക്കാം. പ്രൊട്ടക്റ്റഡ് ഡബിൾ സാലറി. ഈ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വെച്ചത് നമുക്ക് ഈ ക്ലാസിന്റെ അണ്ടറിലും ഈ കമ്പനി എന്ന് പറയുന്ന ക്ലാസിന്റെ അണ്ടറും പിന്നെ ഇതിനൊരു സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് ഈ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വെച്ചത് ആക്സസ് ചെയ്യാം. പക്ഷെ പ്രൈവറ്റ് ആയിട്ട് വെച്ചത് നമുക്ക് ഈ സെയിം ക്ലാസ് കമ്പനി എന്ന് പറയുന്ന ക്ലാസിന്റെ അണ്ടറിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അനദർ ക്ലാസ്സിൽ നമുക്ക് അതിനെ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പ്രൊട്ടക്റ്റഡ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ചൈൽഡ് ക്ലാസ്സിലും കൂടി ആക്സസ് ചെയ്യാം. അപ്പൊ നമുക്ക് ചൈൽഡ് ക്ലാസ് എന്ന് വയ്ക്കാം. സെയിം ക്ലാസ് and subclass or child class. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു ഡീഫോൾട്ട് ആയിട്ട് ഒരെണ്ണത്തിനെ ക്രിയേറ്റ് ചെയ്യാം. അതിന് നമുക്ക് ഒരു കീവേഡ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സ്ട്രിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഒരു ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ടറും കൂടി ക്രിയേറ്റ് ചെയ്തു. then നമുക്ക് ഈ പാക്കേജിന്റെ അണ്ടറിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. accessible in same package or within the package. അപ്പൊ നമ്മുടെ 4 തരത്തിലുള്ള ആക്സസ് മോഡിഫയേഴ്സിനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. പബ്ലിക്കായിട്ട് കമ്പനി നെയിമിനെ ഇംപ്ലിമെന്റ് ചെയ്തു. ഇതിന് നമുക്ക് ഈ ക്ലാസിന്റെ അണ്ടറിൽ ഈ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പ്രൈവറ്റ് ആയിട്ട് നമ്മൾ എംപ്ലോയി ID സെറ്റ് ചെയ്തു. അതിന് നമുക്ക് ഈ കമ്പനി എന്ന ക്ലാസിന്റെ അണ്ടറിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊട്ടക്റ്റഡ് ആയിട്ട് സാലറിയെ സെറ്റ് ചെയ്തു. അതിനെ നമുക്ക് ഈ കമ്പനി എന്ന് പറയുന്ന ക്ലാസിന്റെ അണ്ടറിലും ഇതിന്റെ ചൈൽഡ് ക്ലാസ്സിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒരു ഡീഫോൾട്ട് ആയിട്ട് ഡിപ്പാർട്ട്മെന്റിന് ക്രിയേറ്റ് ചെയ്തു. അതിനെ ഈ സെയിം പാക്കേജിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമ്മൾ പറഞ്ഞു ഈ പ്രൈവറ്റ് ആയിട്ട് വെച്ചതിന് നമുക്ക് ഈ ക്ലാസിന്റെ അണ്ടറിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കമ്പനി എന്ന് പറയുന്ന ക്ലാസിന്റെ അണ്ടറിൽ മാത്രമേ നമുക്ക് ഈ പ്രൈവറ്റ് ആയിട്ട് വെച്ച എംപ്ലോയി ID യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ ഒരു പുറത്തുനിന്ന് ഔട്ടർ സൈഡ് ക്ലാസ്സിൽ നിന്ന് നമുക്ക് അതിനെ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം. അതിന് നമ്മൾ ഗെറ്റർ സെറ്റർ മെത്തേഡുകൾ യൂസ് ചെയ്യും. ഗെറ്റർ സെറ്റർ മെത്തേഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെറ്റർ എന്നത് പ്രൈവറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളതിനെ ഇപ്പോ എംപ്ലോയി ID ഡീറ്റെയിൽസിനെ ഫെച്ച് ചെയ്തെടുക്കാനും സെറ്റർ എന്ന് പറഞ്ഞാൽ ഈ എംപ്ലോയി IDനെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഡാറ്റയെ സെറ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന 2 മെത്തേഡുകളാണ്. നമുക്ക്
അത് നോക്കാം. അത് എപ്പോഴും പബ്ലിക് ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുക. കാരണം പുറത്ത് ക്ലാസ്സിൽ നിന്ന് നമുക്ക് ആ ഫംഗ്ഷനെ യൂസ് ചെയ്യേണ്ടതാണ്. പബ്ലിക് ഇൻറ്റ് ഗെറ്റർ മെത്തേഡ് എഴുതാം. ഗെറ്റ് എംപ്ലോയി id ഫംഗ്ഷൻ അതിനുള്ളിൽ നമുക്ക് ഗെറ്റ് ചെയ്യണം. അപ്പോൾ റിട്ടേൺ ചെയ്യണം. റിട്ടേൺ എംപ്ലോയി id. ഇപ്പോ ഈ ഗെറ്റർ മെത്തേഡ് കോൾ ചെയ്താൽ അതിൽ എംപ്ലോയി ഐഡിനെ റിട്ടേൺ ചെയ്ത് കിട്ടും നമുക്ക്. ഇനി നമുക്ക് ഈ എംപ്ലോയി ഐഡിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അതിനെ പറയുന്നതാണ് സെറ്റർ മെത്തേഡ്. പബ്ലിക് വോയിഡ് സെറ്റ് എംപ്ലോയി ഐഡി. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എംപ്ലോയി ഐഡിനെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് മെത്തേഡിൻ്റെ ഉള്ളിൽ പാരാമീറ്റർ കൊടുക്കാം. എംപ്ലോയി ഐഡി അല്ലേ, അപ്പോൾ ഇൻറ്റ് എംപ്ലോയി ഐഡി ദിസ് എംപ്ലോയി ഐഡി ഈക്വൽ ടു എംപ്ലോയി ഐഡി. ഇവിടെ ദിസ് എന്ന കീവേഡ് യൂസ് ചെയ്യുന്നത് ഈ ഒബ്ജക്റ്റ് എംപ്ലോയി ഐഡി ഏതാണെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ദിസ് എന്നത് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഓക്കെ, ഇപ്പൊ നമ്മൾ സെറ്റർ ഗെറ്റർ മെത്തേഡുകൾ സെറ്റ് ചെയ്തു. അടുത്ത നമുക്ക് ഇതിനൊരു കൺസ്ട്രക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. കൺസ്ട്രക്ടർ നമുക്ക് ടോപ്പിൽ ക്രിയേറ്റ് ചെയ്യാം. പബ്ലിക് അങ്ങനെ ഒരു പബ്ലിക് ആയിട്ടുള്ള കൺസ്ട്രക്ടർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പബ്ലിക് കമ്പനി ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാം. ഔട്ട് വെറുതെ കമ്പനി കൺസ്ട്രക്ടർ ക്രിയേറ്റഡ് എന്ന് റിട്ടേൺ ചെയ്യാം. കമ്പനി കൺസ്ട്രക്ടർ ക്രിയേറ്റഡ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ഈ കമ്പനി എന്ന് പറയുന്ന ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ കമ്പനി കൺസ്ട്രക്ടർ ക്രിയേറ്റഡ് എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റും കൂടി പ്രിന്റ് ചെയ്ത് വരും. നെക്സ്റ്റ് നമുക്കൊരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറും കൂടി ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഇത് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ആണ്. അടുത്തത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. പബ്ലിക് കമ്പനി പാരാമീറ്റർ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. പാരാമീറ്റർ ഇപ്പോൾ കമ്പനി നെയിം നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. കമ്പനി നെയിം നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏത് കമ്പനി നെയിമാണ് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ദിസ് കമ്പനി നെയിം ഈക്വൽ ടു കമ്പനി നെയിം എന്ന് കൊടുക്കാം. ഈക്വൽ ടു കമ്പനി നെയിം. ഓക്കെ, നമ്മൾ ഇപ്പോൾ 2 കൺസ്ട്രക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്തു. ഒരെണ്ണം ഡീഫോൾട്ട് കൺസ്ട്രക്ടർ, അടുത്ത പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. ഇപ്പോൾ ഇതുകൊണ്ടുള്ള യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിനുള്ളിൽ കമ്പനി നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഒരു ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു മെത്തേഡും കൂടി ക്രിയേറ്റ് ചെയ്യാം.
ഓക്കെ, ഒരു ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. ഡീഫോൾട്ട് ഒരു void company details. ഓക്കെ, ഒരു ഷോ കമ്പനി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. അതിന് ഡീഫോൾട്ട് ആയിട്ട് ഒരു പബ്ലിക്കോ പ്രൈവറ്റോ പ്രൊട്ടക്റ്റഡോ ഒന്നും ഒരു കീവേഡും യൂസ് ചെയ്യാണ്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ അതൊരു ഡീഫോൾട്ട് ആയിട്ടായിരിക്കും സെറ്റ് ആവാം. എസ് ഔട്ട് കമ്പനി നെയിം ഈസ് പ്ലസ് കമ്പനി നെയിം. ഓക്കെ, ഒരു ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു മെത്തേഡും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ നമുക്ക് ഈ ക്ലാസ്സിൻ്റെ ഉള്ളിൽ എല്ലാതും ക്രിയേറ്റ് ചെയ്തു. നമുക്കൊന്നുകൂടി ഈ ക്ലാസ് നോക്കാം. പബ്ലിക് ആയിട്ട് കമ്പനി നെയിമും പ്രൈവറ്റ് ആയിട്ട് എംപ്ലോയി ഐഡിയും പ്രൊട്ടക്റ്റഡ് ആയിട്ട് സാലറിയും ഡീഫോൾട്ട് ആയിട്ട് ഡിപ്പാർട്ട്മെന്റും സെറ്റ് ചെയ്തു. രണ്ട് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. രണ്ടും പബ്ലിക് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്. കാരണം എവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും വർക്കാൻ വേണ്ടി ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഫസ്റ്റത്തെ ഡീഫോൾട്ട് ആയത്, രണ്ടാമത്തത് ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറും ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ പ്രൈവറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത എംപ്ലോയി ഐഡിനെ ആക്സസ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഗെറ്റർ സെറ്റർ മെത്തേഡ് യൂസ് ചെയ്തു. ഗെറ്ററിൽ നമ്മൾ എംപ്ലോയി ഐ ഡി റിട്ടേൺ ചെയ്തു. സെറ്ററിൽ നമുക്ക് എംപ്ലോയി ഐ ഡി സെറ്റ് ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ക്ലാസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അടുത്തത് നമുക്ക് ഈ കമ്പനി എന്ന ക്ലാസ്സിന്റെ ഒരു ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ആ ചൈൽഡ് ക്ലാസ്സിൽ നമുക്ക് ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്യാത്ത പ്രൊട്ടക്റ്റഡും പിന്നെ ഡീഫോൾട്ടും നമുക്ക് ആക്സസ് ചെയ്യാം നോക്കാം. അപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഈ ഡീഫോൾട്ട് ആയിട്ടുള്ള കൺസ്ട്രക്ടർ സെയിം പാക്കേജിന്റെ അണ്ടറിലല്ലേ വരാം, സെയിം അല്ലെങ്കിൽ സബ് ക്ലാസിന്റെ അണ്ടറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് ഒരു ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ്. അപ്പോൾ ഇത് ഇതിന്റെ ഉള്ളിൽ എന്തല്ല എഴുതുന്നത് അതല്ലാതെ ഒരു പാക്കേജ് ആണ്. അപ്പോൾ ഈ പാക്കേജിന്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഡീഫോൾട്ട് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിനെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇത് അടുത്തൊരു പാക്കേജിൽ നമുക്ക് ഇതിന്റെ സബ് ക്ലാസ്സിൽ ഒരിക്കലും ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഈ ഡീഫോൾട്ട് ആയിട്ടുള്ള പാരാമീറ്റർ നമുക്ക് ആകെ സെയിം പാക്കേജിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കാരണമാണ് ഇതിലെ സബ് ക്ലാസ്സിൽ നമുക്ക് അതിനെ യൂസ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതിന്റെ സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. സബ് ക്ലാസ് എംപ്ലോയ് ഇതിന്റെ പാരന്റ് ക്ലാസിന്റെ ഒരു ചൈൽഡ് ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് കാരണം അതിനെ എക്സ്റ്റെൻസ് കീവേഡ് യൂസ് ചെയ്ത് നമുക്ക് കമ്പനിയെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. എക്സ്റ്റെൻസ് ഇനി പാരന്റ് ക്ലാസിന്റെ നെയിം കമ്പനി. ഇപ്പോൾ ഈ കമ്പനി എന്ന് പറയുന്ന പാരന്റ് ക്ലാസ്സിന് ഒരു ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ സബ് ക്ലാസ് ആയിട്ടുള്ള ഒരു എംപ്ലോയി എന്ന് പറഞ്ഞ ഒരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാം. ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. ഓക്കെ, ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാം. പബ്ലിക് എംപ്ലോയ് പബ്ലിക് എംപ്ലോയ് ഡബിൾ സാലറി string depart. ഓക്കെ,
അപ്പൊ നമ്മ വെയിറ്റ് എംപ്ലോയി. ഓക്കെ, ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു, പബ്ലിക് എംപ്ലോയി. അതിൻ്റെ ഉള്ളിൽ 2 പാരാമീറ്റർ സാലറിയും ഡിപ്പാർട്ട്മെന്റും നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ്, ഇപ്പോ ഇതിൽ ഈ പബ്ലിക് എംപ്ലോയി സാലറി ഡിപ്പാർട്ട്മെന്റ്, ഇതിൽ നമ്മൾ സാലറിയും ഡിപ്പാർട്ട്മെന്റും യൂസ് ചെയ്യുന്നത് നമ്മുടെ പാരന്റ് ക്ലാസ്സിലാണ്. അപ്പോൾ ഈ പാരന്റ് ക്ലാസ്സിൽ നമുക്ക് ചൈൽഡ് ക്ലാസ്സിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കീവേഡ് യൂസ് ചെയ്യും. ആ കീവേഡാണ് സൂപ്പർ. സൂപ്പർ എന്ന് പറയുന്നത് അതിന്റെ സൂപ്പർ ക്ലാസ് അല്ലെങ്കിൽ പാരന്റ് ക്ലാസ്സിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ കീവേഡ് യൂസ് ചെയ്ത ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഈ സൂപ്പർ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അതിന്റെ കൺസ്ട്രക്ചർ ഇവിടെ ഉണ്ടാവണം. ഇതിനു വേണ്ടിയാണ് ഈ ഡീഫോൾട്ട് കൺസ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് സാലറിനെയും ഡിപ്പാർട്ട്മെന്റിനെയും സെറ്റ് ചെയ്ത് കൊടുക്കാം. ദിസ് ഡോട്ട് സാലറി ഈക്വൽ ടു സാലറി and this dot department equal to department. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതിന്റെ ചൈൽഡ് ക്ലാസ് ആയ എംപ്ലോയിയിൽ നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ കൺസ്ട്രക്ടർ വർക്കാവും. ഈ കൺസ്ട്രക്ടർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ സാലറിനെയും ഡിപ്പാർട്ട്മെന്റിനെയും നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കൊരു പബ്ലിക് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. അതിൽ നമുക്ക് ഈ സാലറിയും ഡിപ്പാർട്ട്മെന്റും പ്രിന്റ് ചെയ്തെടുക്കാം. പബ്ലിക് വോയിഡ് ഒരു മെത്തേഡ് നെയിം. ഓക്കെ, ഷോ എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് കൊടുക്കാം. എംപ്ലോയി details. Show employee details. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആസ് ഔട്ട് വെച്ചിട്ട് ഡിപ്പാർട്ട്മെന്റും സാലറിയും പ്രിന്റ് ചെയ്തെടുക്കാം. ഔട്ട് department out next salary. ഓക്കെ, ഇപ്പോ ഈ പബ്ലിക് മെത്തേഡായ ഷോ എംപ്ലോയി ഡീറ്റെയിൽസ് കോൾ ചെയ്ത ഇതിനുള്ളിൽ ഡിപ്പാർട്ട്മെന്റും സാലറിയും പ്രിന്റ് ആയി വരും. ഇപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. പബ്ലിക് ആയിട്ടുള്ളതിനെ ആക്സസ് ചെയ്യാനും പ്രൈവറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാനും പ്രൈവറ്റ് അതിന് ഗെറ്റർ സെറ്ററും പ്രൊട്ടക്റ്റഡിന് ചൈൽഡ് ക്ലാസ്സിലും പിന്നെ ഡീഫോൾട്ടിനെയും നമ്മൾ ചൈൽഡ് ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അതിനെ ബോഡി എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് നമുക്ക് മെയിൻ മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യാം. മെയിൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് മെയിൻ മെത്തേഡ്. ഓക്കെ, നമുക്ക് അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ കമ്പനി എന്ന് പറയുന്ന ക്ലാസ്സിന് ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാം. അല്ല, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോറി, കമ്പനി
കമ്പനി ഒബ്ജക്റ്റ് നെയിം കൊടുക്കാം. ആദ്യം തന്നെ ക്ലാസ് നെയിം കമ്പനി കൊടുത്തു. ഇനി ഒബ്ജക്റ്റ് നെയിം ഒരു C1 ഈക്വൽ ടു ന്യൂ കീവേഡ് യൂസ് ചെയ്യുക. ഇനി കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യാം. നമുക്ക് ഓൾറെഡി നമ്മൾ കൺസ്ട്രക്ടറിൽ കമ്പനി നെയിം ആഡ് ചെയ്ത് കൊടുക്കാനുള്ള പാരാമീറ്റേഴ്സ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനെ ഡയറക്റ്റ് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, കമ്പനി നെയിം നമുക്ക് ഒരു ടെക് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഓക്കെ, ടെക് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. ഇപ്പൊ നമ്മ കമ്പനിക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഔട്ട് കമ്പനി നെയിം ഈസ് നമ്മൾ പബ്ലിക്കായിട്ട് സെറ്റ് ചെയ്ത കമ്പനി നെയിമിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. പബ്ലിക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത കാരണം അതിനെ നമുക്ക് ഒബ്ജക്റ്റ് വെച്ച് ആക്സസ് ചെയ്യാം. C1 ഡോട്ട് കമ്പനി നെയിം. ഓക്കെ, നമുക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് അതിനൊന്നുകൂടി നോക്കാം. യെസ്, കമ്പനി നെയിം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പബ്ലിക്കായി വെച്ച് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഗെറ്റർ സെറ്റർ മെത്തേഡ് പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുള്ള എംപ്ലോയി ഐഡിനെ ഗെറ്റർ സെറ്റർ മെത്തേഡ് വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ആദ്യം നമുക്ക് സെറ്റർ മെത്തേഡ് വെച്ചിട്ട് എംപ്ലോയി ഐഡിനെ സെറ്റ് ചെയ്യാം. അതിന് ഒബ്ജക്റ്റ് നെയിം ഡോട്ട് സെറ്റർ മെത്തേഡ് വിളിക്കാം. സെറ്റ് എംപ്ലോയി ഐ ഡി, നമുക്ക് ഒരു എംപ്ലോയി ഐ ഡി സെറ്റ് ചെയ്ത് കൊടുക്കാം. 1 2 3 എംപ്ലോയി ഐ ഡി സെറ്റ് ചെയ്തു. നെക്സ്റ്റ് ഔട്ട് എംപ്ലോയി ഐ ഡി ഈസ്, ഇതിൽ നമുക്ക് ഗെറ്റർ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എംപ്ലോയി ഐ ഡിനെ പ്രിന്റ് ചെയ്തെടുക്കാം, ഫെച്ച് ചെയ്തെടുക്കാം. എംപ്ലോയി ഐ ഡി ഓക്കെ. പ്ലസ് സോറി ഓക്കെ, എംപ്ലോയി ഐ ഡി. നമുക്ക് അത് വർക്ക് ആവുണ്ടോ നോക്കാം. ഓക്കെ, നമ്മൾ ഗെറ്റർ സെറ്റർ വെച്ചതും പെർഫെക്റ്റ് ആയി വർക്ക് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഡീഫോൾട്ടും പിന്നെ പ്രൊട്ടക്റ്റഡും വർക്ക് ആവുണ്ടോ നോക്കാം. അത് നമുക്ക് അതിൻ്റെ ചൈൽഡ് ക്ലാസിൻ്റെ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാം. അതിനു മുമ്പ് നമ്മൾ ഡീഫോൾട്ടായിട്ട് ഒരു മെത്തേഡ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഡീഫോൾട്ടായിട്ടുള്ള മെത്തേഡ് C1 ഡോട്ട് ഡീഫോൾട്ടായിട്ട് എഴുതിയ മെത്തേഡിന്റെ പേര് ഷോ കമ്പനി ഡീറ്റെയിൽസ്. ഓക്കെ, ഷോ കമ്പനി ഡീറ്റെയിൽസ് ഡീഫോൾട്ടായിട്ട് എഴുതിയ മെത്തേഡ് എഴുതി. അടുത്തത് അതിൻ്റെ കമ്പനിയുടെ ചൈൽഡ് എംപ്ലോയിക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. എംപ്ലോയി E1 ഈക്വൽ ടു ന്യൂ എംപ്ലോയി സാലറി ടു ഡിപ്പാർട്ട്മെന്റ് കുറച്ച് കൂടുതലുണ്ട്. ഡിപ്പാർട്ട്മെന്റ് സോഫ്റ്റ്വെയർ
ഡെവലപ്പർ. ഓക്കെ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ സാലറി സെറ്റ് ചെയ്തു. നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ ഉള്ളിൽ പാരാമീറ്ററുകളും പാസ് ചെയ്ത് കൊടുത്തു. ഇനി ഈ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് പബ്ലിക്കായി വെച്ചിട്ടുള്ള ഷോ എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന മെത്തേഡ് നമുക്ക് കോൾ ചെയ്യാം. E1 ഡോട്ട് ഷോ എംപ്ലോയി ഡീറ്റെയിൽസ്, ഷോ എംപ്ലോയി ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എംപ്ലോയി ഡീറ്റെയിൽസ് ഷോ ചെയ്യുന്ന മെത്തേഡും കോൾ ചെയ്തു റൺ ചെയ്ത് നോക്കാം. നമ്മൾ പബ്ലിക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത കമ്പനി നെയിമും പിന്നെ പ്രൈവറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത എംപ്ലോയി ഐ ഡി, പ്രൈവറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത എംപ്ലോയി ഐ ഡിനെ നമ്മൾ ഗെറ്റർ സെറ്റർ മെത്തേഡുകൾ യൂസ് ചെയ്തിട്ടും പിന്നെ ഡീഫോൾട്ട് ആയിട്ടുള്ളതും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സാലറിയും ഡീഫോൾട്ട് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിനും ആക്സസ് ചെയ്യുന്നു. അതിന് ഒരു പബ്ലിക് ആയിട്ടുള്ള ഷോ എംപ്ലോയി ഡീറ്റെയിൽസ് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്തത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ നമുക്ക് മനസ്സിലാവും, വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും, പബ്ലിക്കായിട്ട് സെറ്റ് ചെയ്ത കമ്പനി നെയിമിനെയും പ്രൈവറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത എംപ്ലോയി ഐ ഡിയും പ്രൊട്ടക്റ്റഡ് ആയിട്ട് സെറ്റ് ചെയ്ത സാലറിനെയും ഡീഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്ത ഡിപ്പാർട്ട്മെന്റിനും എവിടെയെല്ലാം യൂസ് ചെയ്യാം, എവിടെയൊക്കെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം, എവിടെയൊക്കെ നമുക്കതിനെ ആക്സസ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും നമ്മൾ വ്യക്തമായിട്ട് നോക്കി. അപ്പോൾ അത്രയുള്ള ഈ ആക്സസ് മോഡിഫയേഴ്സ് എന്ന സെക്ഷൻ. ഓക്കെ.